ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസരങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നെത്തി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയ വീട്ടിലെ കാര്യങ്ങളും നമ്മുടെ ഒരു ഡെയിലി ഇന്നത്തെ ഫുൾ ഡെയിലി ഒരു കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, കമൻറ്റ്, ഷെയർ ഇതൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടണം കേട്ടോ. അപ്പോൾ നമ്മുടെ ബൈക്കാണ്, ഞാൻ എല്ലാ വീഡിയോസിലും ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ബൈക്കാണ് കുറേ എന്നാ പറയുക പൂക്കളും ഒക്കെ ഉണ്ട്. അപ്പം മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കുളമൊക്കെ നിങ്ങൾ കണ്ട് പരിചയമുള്ളതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ ഒരു ഫുൾ ഡെയിലി ഒരു കാര്യമാണ്, വിശേഷങ്ങളൊക്കെയാണ്. അപ്പം വീട് മുഴുവൻ രാവിലെ ഞാൻ എഴുന്നേറ്റ് പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം എല്ലാം വൃത്തിയാക്കി ഇട്ടു. പിന്നെ ഏകദേശമൊക്കെ വൃത്തിയാക്കി ഇട്ടു. എനിക്ക് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇന്ന് എന്നാ പറയുക വീടും വരെയൊന്നും വൃത്തിയാക്കി ഇട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ടീമാണ്. ഞാനൊരു പേപ്പർ പോലും നിലത്ത് കിടന്ന് അതെടുത്ത് കളയും. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേർ മുറ്റത്ത് കിടന്ന് കളിയൊക്കെ ആയി കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലാവസ്ഥ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു തണുത്ത കാറ്റും ഒക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. അന്ന് വെയിലൊന്നുമില്ല. അപ്പം നമ്മുടെ ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി എല്ലാം ഞാൻ വൃത്തിയാക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. പിന്നെ തുടച്ചൊന്നുമില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഓൾറെഡി തുടച്ചതാണ്. എല്ലാ ദിവസവും തുടയ്ക്കേണ്ട ആവശ്യമില്ല, പക്ഷേ എല്ലാ ദിവസവും അടിച്ചു വാരി ഞാൻ. അതും എനിക്ക് ചൂല് വെച്ച് അടിച്ചു വാരിയാലേ എനിക്ക് സമാധാനമുള്ളൂ. അപ്പം എല്ലാവരും എല്ലാ മനുഷ്യരും പല രീതിയും പല സ്വഭാവങ്ങളും ഒക്കെ ഉള്ളവരല്ലേ അല്ലേ. അപ്പം ഞാൻ ചൂല് വെച്ച് നാട്ടിൽ ചെയ്യുന്ന പോലെ അതുപോലെ ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം പിള്ളേർ കളി കഴിഞ്ഞ് എന്നപ്പോഴത്തേക്കും പിള്ളേർ എന്നാ പറയണ്ടേ കറിപ്പാത്രവും കാര്യങ്ങളൊക്കെ എടുത്ത് അവർ കളിക്കാൻ തുടങ്ങി. അവർ കഞ്ഞിയും കറിയും ഒക്കെ വെച്ച് കളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീടും വരെയൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മുകളിലേക്ക് കയറി വന്ന് അവിടെ കുറേ നമ്മൾ അലക്കി കുറേ തുണികളൊക്കെ കട്ടിലേ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇനി മടക്കി വെക്കണം. ഇതൊക്കെ വലിയൊരു ചടങ്ങാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ മുകളിലത്തെ റൂമിൽ നിന്ന് ബാക്ക്യാർഡിലേക്കുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ബൈക്കാടും അയൽപ്പക്കത്തെ ബൈക്കാടും ഒക്കെ കാണാൻ പറ്റും. എങ്കിലും നോക്കി ഈ മരങ്ങളും ഈ പറഞ്ഞ പനയൊക്കെ നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സാണ് എനിക്ക് എപ്പോഴും കേട്ടോ. ഇത് കാണുമ്പോൾ ഒരു ഉള്ളിൻ്റെ ഉള്ളൊരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങളുടെ വീടിനും അപ്പുറത്തെ വീട്ടിലും ഒക്കെ കുളമുണ്ട് കേട്ടോ. അപ്പം പിന്നെ വീണ്ടും താഴത്തിറങ്ങി വന്ന് മേശയൊക്കെ തുടച്ച് കഴിഞ്ഞ് എല്ലാം വൃത്തിയാക്കി വെച്ചിരിക്കണം. എനിക്ക് അങ്ങനെ ഒരു നിർബന്ധമുള്ള ഒരാളാണ്. അപ്പം മാക്സിമം അപ്പോൾ എന്നോട് എൻ്റെ കൂട്ടുകാരെല്ലാം ചോദിക്കും, ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞ് ബാക്കി 5 ദിവസം, ഞാൻ 2 ദിവസമാണ് ഡ്യൂട്ടിക്ക് പോകുന്നത്, അപ്പോൾ ബാക്കി 5 ദിവസം വീട്ടിൽ സുഖമല്ലേ ചേച്ചി എപ്പോഴും ഇങ്ങനെ ഇരിപ്പായിരിക്കും. അപ്പം അറിയാമല്ലോ നമ്മൾ വീട്ടിൽ എന്നാ പറയണ്ടേ, ഞാനങ്ങനെ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്ന ആളല്ല. എനിക്കിങ്ങനെ ഞാൻ പണിയൊക്കെ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വിടണം, എനിക്ക് അങ്ങനെ ഉള്ള നിർബന്ധമുള്ള ആളാണ്. ഞാനിങ്ങനെ വെറുതെ ഇരുന്ന് അങ്ങനെ നമ്മൾ പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ കാണും, യൂട്യൂബ് കാണും, അതൊക്കെ അങ്ങനെയുള്ളൂ. അല്ലാതെ ഇരുന്ന് വെറുതെ കാണും അങ്ങനെയൊന്നുമില്ല. വെറുതെ അങ്ങനെ സമയം കളയല്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് എന്നാ പറയട്ടെ വെറുതെ ഇരിക്കുകയല്ല. ഞാനിങ്ങനെ കഞ്ഞിയും കറിയൊക്കെ എല്ലാ ദിവസവും വെക്കുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ കറിയൊക്കെ വല്ലപ്പോഴും ഇങ്ങനെ 2 ദിവസത്തേക്ക് ഉണ്ടാക്കിയെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 ദിവസത്തേക്ക് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും എന്നാ പറയണ്ടേ ഉപകാരം. നമുക്ക് പെട്ടെന്ന് എന്നാ പറയണ്ടേ വേറെ എവിടെയെങ്കിലും പോവുകയൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഞാൻ എല്ലാ ദിവസവും ചോറും കറിയും എനിക്ക് അങ്ങനെ ഒരു നിർബന്ധമുള്ള ആളാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചെടികളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, നമ്മൾ ഈ കഴിഞ്ഞിടയ്ക്ക് അൽദിയിൽ നിന്ന് മേടിച്ച ഒരു ചെറിയ ബോക്സിൽ 6 or 8 കുഞ്ഞു ചെടികളായിരുന്നു ഇത് കേട്ടോ. അതൊക്കെ ഞാൻ ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ട് നോക്കി, എന്ത് സുന്ദര കുട്ടന്മാരായിരുന്നു. നോക്കി എന്ത് രസമുണ്ടല്ലേ ജമന്തിയൊക്കെ ഇങ്ങനെ വളർന്ന് എന്നാ പറയുക പൂവൊക്കെ ഇട്ട് നിൽക്കുന്ന കാണാൻ. അപ്പം ജമന്തിക്കൊക്കെ നല്ല മണമുണ്ട് കേട്ടോ. പണ്ട് ഒരിടയ്ക്ക് ജമന്തിക്കൊന്നും മണമില്ലായിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ ജമന്തിക്കൊക്കെ നല്ല മണമാണ് കേട്ടോ. അപ്പോൾ എന്ത് രസമുണ്ടല്ലേ, നല്ല ഓറഞ്ചൊക്കെ അതിന് കുറേ എണ്ണം മുട്ടിടാനും നിൽക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഞാനും പിള്ളേരും കൂടെ ഈ കഴിഞ്ഞ എനിക്കൊന്ന് ഒരു മാസമായി കേട്ടോ ആ പോട്ടിനകത്ത് നെല്ല് എടുത്ത് ഇങ്ങനെ ഈ ചെടിച്ചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ട് ഇതൊക്കെ വളർന്നു കേട്ടോ. ഇത്രയൊക്കെ വളരത്തുള്ളൂ, ഇത് കൂടുതലൊന്നുമില്ല. ഇതൊരു 2 മാസം, ഇനി ഒരു മാസം കൊണ്ട് നിൽക്കും, അത്രയേ നിൽക്കത്തുള്ളൂ. പക്ഷേ ടോട്ടൽ ഒരു 2-3 മാസം നിൽക്കും. എന്ത് രസമുണ്ടല്ലേ, ഭംഗിയാണിത് കാണാൻ. പൂക്കൾ എപ്പോഴും കാണുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നിങ്ങൾക്കൊക്കെ എന്നാണ്ട് വിശേഷമൊക്കെ, എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? ഇത് കണ്ടില്ലേ, എൻ്റെ കുറേ പാത്രങ്ങളും കഴുകാനുണ്ട്. കുറേ പാത്രം കഴുകി വെച്ചു. പിന്നെ ഡിഷ് വാഷറിനകത്ത് ഞാൻ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാലും എന്നാ പറയണ്ടേ
അതിനകത്തോട്ട് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി ഈ പാത്രത്തിനകത്ത് വേസ്റ്റ് എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് വേണം അതിനകത്തോട്ട് വെക്കാൻ. അതിനും പേര് നമ്മളങ്ങ് നേരെ ഡയറക്റ്റ് പാത്രം കഴുകിയാൽ പോരെ. പക്ഷേ ഹസ്ബൻഡ് എപ്പോഴും പറയും കേട്ടോ, ഡിഷ് വാഷറിൽ വെക്കുന്നതാണ് വെള്ളം കൂടുതൽ, നമ്മൾ ഡയറക്റ്റ് വെള്ളം മുത്തി കഴുകുന്നതിനെക്കാട്ടും കൂടുതൽ വെള്ളം പിന്നെ അതിനകത്തോട്ട് എന്നാണ് പുള്ളി പറയുന്നത്. ഡിഷ് വാഷാണ് ഏറ്റവും നല്ലതെന്നാണ് പുള്ളി പറയുന്നത് കേട്ടോ. എന്താണ് ഞാൻ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ പിള്ളേരെ ഡാൻസിന് കൊണ്ട് വിട്ടു. ഇവിടെ പിള്ളേർ ഡാൻസ് പഠിക്കുന്നുണ്ട് നമ്മുടെ ഈ ശനിയാഴ്ച ദിവസം അൽമാലോഡ്ജ് എന്ന സ്ഥലത്ത്. അപ്പം അതിൻ്റെ കൂടെ ഞാൻ പിള്ളേരെ വണ്ടി ഓടിച്ച് ഞാൻ കൊണ്ടുവന്ന് വിട്ടു. അതിന് ശേഷം ഞാൻ വണ്ടി അവിടെ ഇട്ടിട്ട് ഇതിൻ്റെ അടുത്ത് തന്നെയുള്ള ഇവിടെ നമ്മുടെ ഒരു മലയാളി കടയിൽ പോയി കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് കുറേ സാധനം, കാരണം 2 മണിക്കൂറോളം പിള്ളേർക്ക് ഡാൻസ് ഉണ്ട് അവിടെ. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു പതുക്കെ അങ്ങ് പോയി നടന്നു പോയി മേടിച്ചിട്ട് പിന്നെയും വണ്ടിക്കകത്തുകൊണ്ട് വെച്ചാൽ മതിയല്ലോ. അപ്പം ഞാനവിടെ പോയി കുറേ സാധനമൊക്കെ മേടിച്ച് പിള്ളേരെയൊക്കെ കൂട്ടി 2 മണിക്കൂർ കഴിഞ്ഞപ്പം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പോൾ ഞാൻ മേടിച്ച സാധനമൊക്കെ ഒന്ന് കാണിക്കുന്നതാണ് കേട്ടോ. ചേമ്പ്, അങ്ങനെ പല പല നമ്മുടെ നാട്ടിലെ കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാം മേടിച്ച് കുറേ സാധനമൊക്കെ മേടിച്ചു. പിന്നെ എൻ്റെ ഇഷ്ട സംഭവമാണ് ഈ ഒരു എന്നാ പറയണ്ടേ, കടല മുട്ടായി പോലത്തെ കടലയല്ല, പിന്നെ നുറുക്കോ അതും ഇതൊക്കെ. പിന്നെ ആട്ടപ്പൊടി, പഴം, പിന്നെ സമൂസ അല്ലോ മറ്റേ സംഭവം, ഇത് എന്നാ സമൂസയോ എന്നാ മറന്നുപോയി കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ബോധം വരുമില്ല. എന്താണേലും അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പാഴ്സലൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വന്നു കേട്ടോ. അതൊക്കെ വന്ന് പിന്നെ എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ. അപ്പം മോന് ഈ ഡാൻസ് ഉണ്ട് ഈ അടുത്തിടയ്ക്ക് മോനും മൂക്കും. അപ്പോൾ അവനൊരു ഇതുണ്ടോ, ഈ ഇങ്ങനത്തെ ഒരു പാൻറ്റ്, അടിപൊളി സെറ്റ്, ഇങ്ങനെ തിളങ്ങുന്ന പാൻറ്റുണ്ടല്ലോ, അതിനൊരു പേരുണ്ട്, അതും മേടിച്ചു. അപ്പം അത് ഇന്നാണ് വന്നത് കേട്ടോ. ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നു. നല്ലതാണ് കേട്ടോ, നല്ല തുണിയാണ്. നല്ല ഇത് ഈ ഡാൻസ് കളിക്കുമ്പോഴത്തേക്കും നല്ല മിനി തിളങ്ങുന്ന പാൻറ്റാണല്ലോ, നല്ല തുണിയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഓർഡർ ചെയ്തതിനെക്കാട്ടും നന്നായിട്ട്, ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടും നന്നായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. സാധാരണ അങ്ങനെ കിട്ടാറില്ല. എന്താണേലും ഇതാണ്ടേ, ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ പറഞ്ഞു വീട്ടിൽ വന്നിട്ട് പിന്നെ അടുത്ത ഉച്ചക്കത്തെ ഇപ്പോൾ 2 മണിയായി വീട്ടിൽ വന്നപ്പം. പിന്നെ വേഗം ഞാൻ പിള്ളേർക്ക് ഇന്ന് ഉച്ചയ്ക്ക് ചോറൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഹസ്ബൻഡിനും ഇഷ്ടമില്ല, എല്ലാ ദിവസവും ചോറുണ്ടുമ്പോഴത്തേക്കും ഒരു മടിയാണ്. അപ്പം പുള്ളി പറഞ്ഞു നമുക്ക് രാവിലെ പറഞ്ഞു പിന്നെ പുട്ടുണ്ടാക്കാമെന്ന്, പുട്ടും കടലക്കറി. അപ്പം ഞാൻ രാവിലെ കടലയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടാണ് പോയത് കേട്ടോ. പുട്ടും കടലക്കറിയും പപ്പടം. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ പപ്പടം പുട്ടിലൂടെ ഇങ്ങനെ കഴിക്കാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ഈ യൂട്യൂബിൽ എവിടെയൊക്കെ കണ്ടിട്ടാണ് പപ്പടം ഇങ്ങനെ പുട്ടിലൂടെ കഴിക്കും എന്ന് കണ്ടത് കേട്ടോ. പക്ഷെ ഞങ്ങളുടെ നാട്ടിലേക്ക് അങ്ങനെ പപ്പടത്തിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ പഴവും അല്ലെങ്കിൽ കടലക്കറി അങ്ങനത്തെയൊക്കെയാണ് സാധാരണ കഴിക്കുന്നത്. പപ്പടം എനിക്കറിയത്തില്ല ഏത് നാട്ടിലേക്കാണ്, നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്താണേലും കടലക്കറി ഉണ്ടാക്കി അതിനകത്തോട്ട് കുറച്ച് തേങ്ങാപ്പാലും ഒക്കെ ലാസ്റ്റ് ഞാൻ ആഡ് ചെയ്തു. അപ്പം നല്ല കടലക്കറി ആയിരുന്നു, നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ വെള്ളത്തിലിട്ട് അപ്പം കടലക്കറി ഉണ്ടാക്കുമ്പോൾ എനിക്കിങ്ങനെ കറമുറാന്നിരിക്കുന്ന ഇഷ്ടമില്ല. കടലക്കറി ഇച്ചിരി ഇങ്ങനെ അളിഞ്ഞളിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.